ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. മുസാഫഹത്ത് ചെയ്യൽ സ്നേഹം അധികരിക്കാൻ കാരണമാണ്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണ്. ആരാ ഹസൻ ബസ്രി ഇമാം? അല്ലാഹ്, ഞാൻ നിർത്താൻ പറഞ്ഞ ഒരുപാട് പോണ്ടി വരും. ഹസൻ ബസ്രി ഇമാം ആരാ? മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട സ്വഹാബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതാകുന്ന അടിമയായിരുന്നു യസാർ റളിയല്ലാഹു അൻഹു. യസാർ എന്നാണ് പേര്. യസാർ എന്ന് പറയുന്നതാകുന്ന വ്യക്തിയുടെ മകനാണ് ആര്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ സ്വഹാബിയുടെ അടിമയായിരുന്നു. ഏതാ സ്വഹാബി? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ പേര് ഖൈറ എന്നാണ്. എന്താണ് ഉമ്മയുടെ പേര്? ഖൈറ. അവരും അടിമ സ്ത്രീയായിരുന്നു. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മഹിളയുടെ അടിമ സ്ത്രീയായിരുന്നു. രണ്ടുപേരും അടിമയാ. അടിമയ്ക്ക് പിറന്ന കുട്ടിയാ. പക്ഷെ ഏത് കാലത്തിലാണ് ജനിച്ചത്? മാഷാ അല്ലാഹ്, 1-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. വേറെയുണ്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നിങ്ങൾ ഇറാഖിൽ പോയാൽ ബസറ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. മുത്തല്ലിമീങ്ങൾക്കൊക്കെ പരിചയമാണ് ആ നാമം. കൂഫ, ബസറ. നഹ്വിന്റെ എല്ലാ കിതാബുകളിലും അവരെ പരാമർശിക്കും. അൽഹംദുലില്ലാഹ് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് എല്ലാവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇറാഖിലെ ബസറ എന്ന് പറയുന്ന വലിയ പട്ടണത്തിന്റെ നടുക്കളത്തിൽ വിശാലമായ ഏക്കർ കണക്കിന് വലിയതാകുന്ന മഖബറകൾക്കുള്ളിൽ സ്ഥാനം പിടിച്ച് ഏറ്റവും ഉന്നതമാകുന്ന മഖബറയായി അവിടെ പ്രത്യേകമായി അടയാളം ചെയ്യപ്പെട്ടുള്ള മഖബറയാണ് ആരുടേത്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതൃത്വമാണ്. വലിയ ഉന്നതനായ വ്യക്തിത്വം. ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. എന്താ കിട്ടാൻ കാരണം? ചരിത്രം പറയുന്നു, ഉമ്മയാകുന്ന ഖൈറ എന്ന് പറയുന്ന ഉമ്മ അടിമസ്ത്രീയാണല്ലോ. ആരുടെ അടിമസ്ത്രീയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമസ്ത്രീയാണ്. വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന പെണ്ണാണ്. അവര് ചിലപ്പോ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചില ജോലികളൊക്കെ ഏൽപ്പിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഈ ഖൈറ എന്ന് പറയുന്ന ഉമ്മ പോകുമ്പോ ഈ കുഞ്ഞ് തൊട്ടിൽ കിടന്ന് ഇങ്ങനെ കരയും. കരയുന്ന സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മുലപ്പാല് കൊടുക്കും. ആര്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ ഭാര്യയായ മുഅ്മിനീങ്ങളുടെ മാതാവാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് നുകരാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ലഭിച്ചു. അതിന്റെ ഗുണം മാഷാ അല്ലാഹ്, 10 ഗുണം 10 ഗുണം. ബഹുമാനപ്പെട്ടവർ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹോന്നത വ്യക്തിത്വമായി, താബിഈകളിൽ പ്രമുഖനായി, ലോകം കണ്ട ഉന്നതമാകുന്ന ഇമാമിയങ്ങളുടെ നേതൃത്വമായി ബഹുമാനപ്പെട്ടവർ മാറി. ലക്ഷക്കണക്കിന് ആളുകളാണ് അവരിൽ നിന്ന് വിജ്ഞാനം നുകർന്ന് പിൽക്കാലത്ത് വന്നിട്ടുള്ളത്. ഇറാഖ് എന്ന് പറയുന്ന നാട് തന്നെ ഔലിയാക്കളുടെ കേന്ദ്രമാണ്. അവർക്ക് ശേഷം വന്നവരല്ലേ സഹോദരങ്ങളെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ. അവർക്ക് ശേഷം വന്നതിലെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. അവർക്ക് ശേഷം വന്നതിലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അന്ത്യവിശ്രമം ചെയ്യുന്ന പവിത്രമാക്കപ്പെട്ട മണ്ണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനായ ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ കടക്കുന്ന മണ്ണാണേത്? ഇറാഖിന്റെ മണ്ണ്. ആ ഇറാഖിന്റെ മണ്ണിലാണ്, ബസറയിലാണ് ആരന്ത്യവിശ്രമം ചെയ്ത ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. എന്റെ പഠനം കൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസാഫഹത്ത് ചെയ്താൽ സ്നേഹം വർദ്ധിക്കും. അദ്ദേഹത്തിന്റെ വാക്യം. ഇനി ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ആളാരാന്ന് പറഞ്ഞു തന്നല്ലോ. സാദാ സീത വ്യക്തിയല്ല, വലിയ ആലിമാണ്, വ്യക്തമായി പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, മുസാഫഹത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ എന്തുണ്ടാവും? സ്നേഹം വർദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പഠിച്ചു വെച്ചോ. അപ്പൊ നമ്മുടെ മക്കളോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അത് കാണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് മുസാഫഹത്ത്. പിന്നെയാണ് ചുംബനം. മുസാഫഹത്ത് കഴിഞ്ഞാലാണല്ലോ അതോടൊപ്പം തന്നെ മുആനഖ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മഹാനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കടന്നു വരുകയാ. മദീനയിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലദാ യജുറു സിയാബഹു. നബി തങ്ങളദാ വീട്ടിൽ നിന്ന് വസ്ത്രം വേറെ തന്നെ വലിച്ചിഴച്ച് നബി തങ്ങൾ വേഗം ചെന്നുകൊണ്ട് വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്നിട്ട് ഫഖബലഹു ഫഅറഖഹു.
വളർത്ത മകനാകുന്ന സയ്യിദ് ഇബ്നു ഹാരിസിനെ അല്ലാഹുവിന്റെ റസൂൽ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. വളർത്ത മകനാണ് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് വാതിൽ മുട്ടിയപ്പോൾ നബി തങ്ങൾ സ്നേഹം കൊണ്ട് ഓടിച്ചെന്നിട്ട് കൊണ്ടിങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിച്ചോണ്ട വേഗം ചെന്ന് വാതിൽ തുറക്കുക. കുഞ്ഞു വന്ന് കാത്തിരിക്കല്ല, പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുക സയ്യിദുനാ റസൂലുള്ളാഹി. അവ കെട്ടിപ്പിടിക്കുകയും ചെയ്യണം. എപ്പോഴല്ല, ഇടയ്ക്കൊക്കെ അത് വേണം. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം, ഒന്ന് കൂട്ടിയിണക്കനാൻ. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര റാഹത്ത. ഒന്ന് കെട്ടി ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒരു 10 സെക്കൻഡ് ഒന്ന് പിടിക്കുമ്പോ തന്നെ റാഹത്ത. നല്ല കരയുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് ഇങ്ങനെ ഉമ്മിങ്ങനെ പിടിക്കുമ്പോ ആ കുഞ്ഞിങ്ങനെ ഏങ്ങി അതങ്ങനെ ശാന്തടയെന്ന് കാണുന്നില്ലേ, അതേപോലെ ആശ്വാസം അവരുടെ ഹൃദയത്തിൽ. നമ്മളിതൊക്കെ ചെയ്യണം സഹോദരങ്ങളെ. ഇതൊക്കെ സ്നേഹത്തിൻ്റെതാകുന്ന ഭാവങ്ങളാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബല ഹസൻ ഇബ്നു അലി, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. ഇത് കാണുകയാണ് അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു. ഗ്രാമീണനായ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി അശറതം മിനൽ വലദ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 10 മക്കളുണ്ട് നബിയേ. മാ ഖബ്ബൽതു വാഹിദൻ മിൻഹും, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല ഹബീബേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹു ലാ യർഹമു മൻ ലാ യുർഹം. കുട്ടികളോടെന്നല്ല, ചെറിയവരോട് വരെ കരുണ ചെയ്യാത്തതാകുന്ന ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി.